Dynamic System Development Method DSDM. ഡൈനാമിക് സിസ്റ്റം ഡെവലപ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ഓഫ് അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡലാണ് കേട്ടോ. ഓക്കെ, സോ ഡൈനാമിക് സിസ്റ്റം ഡെവലപ്മെൻറ്റ് മെത്തേഡ് is an agile software development approach that provides a framework for building and maintaining systems which meet tight time constraints through the use of incremental prototyping in a controlled project environment. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ പ്രോട്ടോടൈപ്പിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മൾ ഈ ഒരു പ്രോസസ് മോഡൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ടൈറ്റ് ടൈം ഷെഡ്യൂൾ വരുമ്പം അല്ലെങ്കിൽ ടൈറ്റ് ടൈം കൺസ്ട്രെയിൻ വരുന്ന പ്രോജക്ട്സ് ആണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DSDM പോലെയുള്ള മോഡൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ DSDMൽ യൂസ് ചെയ്യുന്ന ഫിലോസഫി എന്ന് പറയുന്നത് പാരറ്റോ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു DSDM മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ DSDMൽ അങ്ങനത്തെ ആ ഒരു പാരറ്റോ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. പാരറ്റോ പ്രിൻസിപ്പിൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 80% ഓഫ് ആൻ ആപ്ലിക്കേഷൻ ക്യാൻ ബി ഡെലിവേർഡ് ഇൻ 20% ഓഫ് ദ ടൈം ഇറ്റ് വുഡ് ടേക്ക് ടു ഡെലിവർ ദി കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം 80% ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് 20% ഓഫ് ദ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പാരറ്റോ പ്രിൻസിപ്പിൾ. അപ്പോൾ ആ ഒരു പാരറ്റോ പ്രിൻസിപ്പിളിൻ്റെ ഫിലോസഫിയാണ് എന്തിനും യൂസ് ചെയ്യുന്നത്, നമ്മുടെ DSDM മോഡലിലും യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. So, DSDM is an iterative software process in which each iteration follows the 80% rule. ഇതൊരു നമ്മൾ ഐട്രേറ്റീവ് കണ്ടതാണ്, ഐട്രേറ്റീവ് മോഡൽസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ നമ്മൾ ഐട്രേറ്റീവ് സോഫ്റ്റ്വെയർ പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓരോ പ്രാവശ്യം ഐട്രേഷൻ ചെയ്യുമ്പോഴും അവിടെ ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 80% റൂളാണ്. 100% നമ്മൾ എന്താ പറയുക കൊടുക്കണില്ല, 100% റിസൾട്ട് അല്ല കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ 80% റിസൾട്ടായിരിക്കും കസ്റ്റമേഴ്സിന് നമ്മൾ ഡെലിവർ ചെയ്യാം. ഓക്കെ, that is only enough workers required for each increment to facilitate movement to the next increment, and the remaining detail can be completed later when more business requirements are known or changes have been requested and accommodated. ഇതാണ് പോയിന്റ്. അപ്പോൾ നമ്മൾ 80% പറഞ്ഞല്ലോ. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 80% ഓഫ് ദി റിക്വയർമെൻറ്റ് ആർ കംപ്ലീറ്റഡ് ഇൻ 20% ഓഫ് ദ ടൈം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഓരോ ഇൻക്രിമെൻറ്റിലും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യം വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻക്രിമെൻറ്റിലേക്ക് പോകേണ്ടതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ ഓരോ ഇൻക്രിമെൻറ്റിലും എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ അത് ജസ്റ്റ് ഒന്നും കൂടി വായിക്കാം. That is, only enough workers required for each increment to facilitate movement to the next increment. ആവശ്യമായിട്ടുള്ള വർക്ക് മാത്രമാണ് ഓരോ ഇൻക്രിമെൻറ്റിലും ചെയ്യുന്നത്. ആൻഡ് ജസ്റ്റ് നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി മാത്രം. The remaining details can be completed later when more business requirements are known or changes have been requested or അക്കോമഡേറ്റ്. അതിൽ ചെയ്യാത്ത കാര്യങ്ങൾ ലേറ്ററിൽ ചെയ്യാം, വീണ്ടും ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് ചെയ്യാം എന്നുള്ള അസംഷനിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ DSDM consortium is a worldwide group of member companies that collectively take on the role of keeper of the method. അപ്പോൾ ഈ DSDM എന്ന് പറയുന്നത് അല്ലെങ്കിൽ DSDM consortium എന്ന് പറയുന്നത് മൊത്തം വേൾഡ് മൊത്തമുള്ള കമ്പനീസിൻ്റെ മെമ്പേഴ്സാണ് അതിൽ ഉണ്ടാവുക കേട്ടോ. ദ കൺസോർഷ്യം ഹാസ് ഡിഫൈൻഡ് ആൻ അജൈൽ പ്രോസസ് മോഡൽ called the DSDM life cycle and begins with a feasibility study that establishes basic business requirements and constraints and is followed by a business study that identifies ഫങ്ഷണൽ ആൻഡ് ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇതിലെന്താണ്, ഈ ഒരു കൺസോർഷ്യം ഒരു പ്രോസസ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ DSDM ലൈഫ് സൈക്കിൾ എന്നാണ് പറയുക.
ആൻഡ് ഈ DSDM ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ എന്താ നോക്കുന്നത്? എസ്റ്റാബ്ലിഷസ് ബേസിക് ബിസിനസ് റിക്വയർമെൻറ്റ്സ് ആൻഡ് കൺസ്ട്രെയിൻസ്. ഫീസിബിലിറ്റി സ്റ്റഡിയിൽ എന്താണ്? ബേസിക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അത്യാവശ്യം വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫീസിബിലിറ്റി സ്റ്റഡി നോക്കുന്നത്. ആൻഡ് വൺസ് ഫീസിബിലിറ്റി സ്റ്റഡി ഈസ് ഓവർ, നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദി ബിസിനസ് സ്റ്റഡി. ബിസിനസ് സ്റ്റഡിയിൽ എന്താ ചെക്ക് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈസ് ഫങ്ഷണൽ ആൻഡ് ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ്. എന്തൊക്കെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത്, ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഫങ്ഷൻസ് ആണ് വേണ്ടത്, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തും. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 സ്റ്റഡീസ് നിന്നാണ്. ഫസ്റ്റ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തും, പിന്നെ ബിസിനസ് സ്റ്റഡീസും നടത്തും. ഓക്കെ, ദെൻ DSDM ഈ ഒരു സ്റ്റഡീസൊക്കെ നടത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് 3 സൈക്കിൾസ് ആണുള്ളത്. ആൻഡ് ദീസ് 3 സൈക്കിൾസ് ആർ ഐട്രേറ്റീവ് സൈക്കിൾസ്. ഐട്രേറ്റീവ് സൈക്കിൾസ് പറഞ്ഞാൽ നമുക്കറിയാലോ, വീണ്ടും വീണ്ടും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. സോ 3 സൈക്കിൾസ് ആണ് DSDMലുള്ളത്. അതിൽ വരുന്നതാണ് ഫങ്ഷണൽ മോഡൽ ഐട്രേഷൻ, ഡിസൈൻ ആൻഡ് ബിൽഡ് ഐട്രേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. അങ്ങനെ 3 സൈക്കിൾസ് ആണുള്ളത്. ആൻഡ് ദീസ് 3 സൈക്കിൾസ് ആർ ഐട്രേറ്റീവ് സൈക്കിൾസ്. നോക്കാം, അതിൽ ഫസ്റ്റ് നടക്കുന്ന കാര്യമാണ് ഫങ്ഷണൽ മോഡൽ ഐട്രേഷൻ എന്ന് പറയുന്നത്. Functional model iteration produces a set of incremental prototypes that demonstrates functionality for the customer. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് അല്ലേ, ഫങ്ഷണൽ മോഡൽ ഐട്രേഷനിൽ എന്താ ചെയ്യുന്നത്? ഒരു ഇൻക്രിമെൻ്റൽ പ്രോട്ടോടൈപ്പാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലെന്താ ഉണ്ടാവുക? കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് ഇല്ലേ, ആ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടോടൈപ്പാണ് എന്ത്? ഫങ്ഷണൽ മോഡൽ ഐട്രേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The intent during this iterative cycle is to gather additional requirement by eliciting feedback from users as they exercise the prototype. അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു സൈക്കിളിൻ്റെ ഒരു ഇൻറ്റൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കസ്റ്റമർക്ക് കൊടുത്തിട്ട് കസ്റ്റമറിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത്, എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തിട്ട് കസ്റ്റമറിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് അതിനനുസരിച്ച് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഫങ്ഷണൽ മോഡൽ ഐട്രേഷൻ കാരണം നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സൈക്കിൾ. അതിൽ വരുന്നതാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ഐട്രേഷൻ. ഓക്കെ, ഡിസൈൻ ആൻഡ് ബിൽഡ് ഐട്രേഷനിൽ എന്താ ചെയ്യുന്നത്? ഇറ്റ് revisits prototypes built during the functional model iteration to ensure that each has been engineered in a manner that will enable it to provide operational business value for end users. അപ്പോൾ നേരത്തെ സ്റ്റെപ്പിൽ നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ, ഒരു ഫങ്ഷണൽ മോഡൽ അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ നേരത്തെ ഒരു സൈക്കിളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കൂടി ചെക്ക് ചെയ്യും, അതിനൊന്ന് റീവിസിറ്റ് ചെയ്യും. എന്താ എന്നിട്ട് നോക്കുന്നത്? that each has been engineered in a manner that will enable it to provide operational, അതായത് എൻഡ് യൂസേഴ്സ് പറഞ്ഞിട്ടുള്ള ബിസിനസ് വാല്യൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻഷുർ ചെയ്യാണ് എന്ത് ചെയ്യുന്നത്? ഡിസൈൻ ആൻഡ് ബിൽഡ് ഐട്രേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പ്രോട്ടോടൈപ്പിൽ ബിസിനസ് വാല്യൂസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനെ റീവിസിറ്റ് ചെയ്തതിന് ചെക്ക് ചെയ്യാണ് ഈ ഒരു ഡിസൈൻ ആൻഡ് ബിൽഡ് ഐട്രേഷൻ ചെയ്യുന്നത്. ആൻഡ് ഇൻ സം കേസസ് ദ ഫങ്ഷണൽ മോഡൽ ഐട്രേഷൻ ആൻഡ് ദ ഡിസൈൻ ആൻഡ് ബിൽഡ് ഐട്രേഷൻ ഒക്കേഴ്സ് കൺകറൻ്റ്ലി. എല്ലാത്തിലുമല്ല, ചില കേസസിൽ ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതിൽ എന്താണ്? ഫസ്റ്റ് അത് കഴിഞ്ഞു, അതിനെ വീണ്ടും ഇത് റീവിസിറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞത്. ചില കേസസിൽ ഇത് രണ്ടും കൺകറൻ്റായിട്ട് ഒരേ സമയമാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് അതാണ് നമ്മൾ രണ്ടാമത്തെ സൈക്കിൾ, ഡിസൈൻ ആൻഡ് ബിൽഡ് ഐട്രേഷൻ. ആൻഡ് ആ തേർഡ് സൈക്കിൾ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്ലേസസ് ദ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ് ഇൻ ടു ദി ഓപ്പറേഷണൽ എൻവയൺമെൻറ്റ്. നമ്മൾ ഈ ഐട്രേറ്റീവ് മോഡലാണല്ലോ യൂസ് ചെയ്യുന്നത്. സോ ഓരോന്ന് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? ഓരോ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും അല്ലേ, ഓരോ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഓരോ റിലീസസ് വരും. ആ ഉണ്ടാക്കിയിട്ടുള്ള ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റിനെ ഓപ്പറേഷണൽ എൻവയൺമെൻറ്റിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൽ ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ ഇൻക്രിമെൻറ്റ് മേ നോട്ട് ബി 100% കംപ്ലീറ്റ്. 100% കംപ്ലീറ്റ് ആവുമോ? ആയിരിക്കില്ല.
അല്ലേ? എന്തായാലും 100% കംപ്ലീറ്റ് ആയിരിക്കില്ല. ആൻഡ് ചേഞ്ചസ് മേ ബി റിക്വസ്റ്റഡ് ആസ് ദ ഇൻക്രിമെൻറ്റ് ഇസ് പുട്ട് ഇൻ ടു പ്ലേസ്. അപ്പോൾ ഈ ഇൻക്രിമെൻറ്റ് ഈ എൻവയൺമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ എൻവയൺമെൻറ്റിൽ ഇടുമ്പം അതിൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും വേണം. Okay, and in either case DSDM development work continues by returning to the functional model iterative ഫങ്ഷൻ മോഡൽ ഐട്രേഷൻ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു, അതിന് നമുക്ക് കുറേ ചേഞ്ചസ് വന്നു, കുറേ ഫീഡ്ബാക്ക് കിട്ടി, വീണ്ടും എവിടേക്ക് തന്നെ പോകും, നമ്മുടെ ഫസ്റ്റ് സൈക്കിളിലേക്ക് തന്നെ പോകും, അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് തന്നെ പോകും. ദാറ്റ് ഈസ് ദി ഫങ്ഷണൽ മോഡൽ ഐട്രേഷൻ. അങ്ങനെ ഫങ്ഷണൽ മോഡൽ ഐട്രേഷനിൽ പോയി ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യും. അടുത്ത കേസിലേക്ക് പോകും, ഡിസൈൻ ആൻഡ് ബിൽഡ് ഐട്രേഷനിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരും. അടുത്ത റിലീസിന് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഓപ്പറേഷൻ എൻവയൺമെൻറ്റിൽ ഇടും, വീണ്ടും അവിടുന്ന് ചേഞ്ചസ് വരും. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. Okay, and DSDM can be combined with XP to provide a combination approach that defines a solid process model with the nuts and bolts practice that are required to build സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ്. അപ്പോൾ DSDM നമുക്ക് വേണമെങ്കിൽ XP പ്രോഗ്രാമിംഗ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. Okay, and this is the third agile software development model, that is the DSDM, dynamic system development method. Clear ആയെന്ന് വിചാരിക്കുന്നു. Thank you.